Hello students, welcome to another video of compressible fluid flow. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോർമൽ ഷോക്കായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ദി സ്റ്റേറ്റ് ഓഫ് ഗ്യാസ് അപ്സ്ട്രീം ഓഫ് എ നോർമൽ ഷോക്ക് ഈസ് ഗിവൺ ബൈ ദി ഫോളോവിംഗ് ഡാറ്റ. മാക് നമ്പർ ഈക്വൽ ടു 3, പ്രഷർ ഈക്വൽ ടു 2.5 bar, ടെമ്പറേച്ചർ ഈക്വൽ ടു 280 Kelvin. Calculate Mach number, pressure, temperature and velocity of gas downstream of the shock. Take gamma equal to 1.4 and R equal to 0.469 kilojoule per kilogram Kelvin. ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീമിലുള്ള മാഗ് നമ്പർ, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവ തന്നിട്ടുണ്ട്. ഈ മൂന്ന് ഡാറ്റ ഉപയോഗിച്ച് ഡൗൺ സ്ട്രീമിലെ മാഗ് നമ്പർ, പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി ഓഫ് ഗ്യാസ് എന്നിവ കണ്ടെത്തണം. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. അതിനു മുന്നേ ഒരു നോർമൽ ഷോക്കിൻ്റെ അപ്സ്ട്രീം കണ്ടീഷൻസിനെ എക്സ് സഫിക്സ് ഉപയോഗിച്ചും ഡൗൺ സ്ട്രീം കണ്ടീഷൻസിനെ വൈ സഫിക്സ് ഉപയോഗിച്ചുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം തന്നെ അപ്സ്ട്രീം കണ്ടീഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എക്സ് സഫിക്സ് ഉപയോഗിച്ച് വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. സോ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ആദ്യത്തേത് മാക് നമ്പർ ആണ്, അത് എം എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി പ്രഷർ പി എക്സ് ഈക്വൽ ടു 2.5 ഇൻറ്റു 10⁵ പാസ്കൽ, ടെമ്പറേച്ചർ ടി എക്സ് ഈക്വൽ ടു 280 Kelvin. ഇതുകൂടാതെ ഈ ഒരു പ്രോബ്ലത്തിൽ ഗാമയുടെയും അതേപോലെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആറിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. അത് രണ്ടും എടുത്ത് എഴുതി. ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് ആർ ഈക്വൽ ടു 469 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇനി ഈ ഒരു പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ഇക്വേഷൻ ഉപയോഗിച്ചും മറ്റൊന്ന് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ചും. നമുക്ക് ആദ്യം ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മെത്തേഡ് 1, യൂസിങ് ഇക്വേഷൻസ്. നമുക്കിവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീമിലെ മാക് നമ്പർ ആണ്. സോ ഡൗൺ സ്ട്രീം മാക് നമ്പർ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം വൈ എന്നുള്ള രീതിയിലാണ്. എം വൈ ഈക്വൽ ടു 2 ബൈ ഗാമ മൈനസ് 1 പ്ലസ് എം എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1 ഓൾ റേസ് ടു 1/2. ഈ ഒരു ഇക്വേഷൻ ഗ്യാസ് ടേബിളിൽ 5ാമത്തെ പേജിലുണ്ട്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് ഗാമയുടെയും അതേപോലെ എം എക്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 2 by 1.4 minus 1 plus 3 square all divided by 2 into 1.4 divided by 1.4 minus 1 3 square minus 1 all raised to 1/2. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺ സ്ട്രീം മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വാല്യൂ ആണ് 0.475. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം പ്രഷർ ആണ്. അതിനെ പി വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇക്വേഷൻ ആണ് പി വൈ ബൈ പി എക്സ് ഈക്വൽ ടു 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് 1. ഈ ഒരു ഇക്വേഷനും ഗ്യാസ് ടേബിളിൽ 5ാമത്തെ പേജിലുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഇക്വേഷനിലും ഗാമയുടെയും എം എക്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ കിട്ടും. 2 ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ 1.4 പ്ലസ് 1 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1.4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1.4 പ്ലസ് 1. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 10.33. ഇനി നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പി വൈ ആണ്. സോ പി വൈ ഈക്വൽ ടു 10.333 ഇൻറ്റു പി എക്സ്. ഇതിൽ പി എക്സിൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10.333 ഇൻറ്റു 2.5 ഇൻറ്റു 10⁵. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് പി വൈ ഈക്വൽ ടു 25.825 ഇൻറ്റു 10⁵ പാസ്കൽ. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം ടെമ്പറേച്ചർ ടി വൈ ആണ്. ഇതിൻ്റെ ഇക്വേഷനും നമ്മൾ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ ഡിറൈവ് ചെയ്തതാണ്. ടി വൈ ബൈ ടി എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 എം എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു ഗാമ പ്ലസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ. ഈ ഒരു ഇക്വേഷനും ഗ്യാസ് ടേബിളിൽ 5ാമത്തെ പേജിലുണ്ട്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിലും ഗാമയുടെയും എം എക്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടും. ഞാനിത് വായിക്കുന്നില്ല. ഈ ഒരു സ്റ്റെപ്പ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടുന്നതാണ് ടി വൈ ബൈ ടി എക്സ് ഈക്വൽ ടു 2.679. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടി വൈ ആണ്, ടി എക്സ് നമ്മൾക്ക് ഗിവൺ ആണ്. സോ ടി വൈ ഈക്വൽ ടു 2.679 ഇൻറ്റു ടി എക്സ്. ടി എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്നതാണ് 2.679 ഇൻറ്റു 280. ദാറ്റ് ഈസ് ഈക്വൽ ടു 750.12 Kelvin. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം വെലോസിറ്റി ഓഫ് ഗ്യാസ് സി വൈ ആണ്. അതിനുവേണ്ടി നമ്മൾ മാക് നമ്പർ എം വൈ ഈക്വൽ ടു സി വൈ ബൈ എ വൈ. എം വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം മാക് നമ്പർ, സി വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി ഓഫ് ഗ്യാസ്, എ വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി ഓഫ് സൗണ്ട്. ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടും സി വൈ ഈക്വൽ ടു എം വൈ ഇൻറ്റു എ വൈ. ഇതിൽ എ വൈ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഡൗൺ സ്ട്രീം വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്.
നമുക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് എയുടെ ഇക്വേഷൻ ആണ് റൂട്ട് ഗാമ ആർ ടി. സോ ആ രീതിയിൽ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടും എം വൈ ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ ആർ ടി വൈ. ഈ ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്. എം വൈ അറിയാം, ഗാമ അറിയാം, ആർ അറിയാം, ടി വൈ അറിയാം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 0.475 ഇൻറ്റു റൂട്ട് ഓഫ് 1.4 ഇൻറ്റു 469 ഇൻറ്റു 750.12. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 333.36 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ മെത്തേഡ് 2 യൂസിങ് ഗ്യാസ് ടേബിൾ. അതിനുവേണ്ടി നമ്മൾ നോർമൽ ഷോക്ക് ടേബിൾ ആണ് ഉപയോഗിക്കുക. നോർമൽ ഷോക്ക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടേബിളിൽ 4.1, 4.2, 4.3 എന്നീ 3 ടേബിൾസ് ആണ്. ഇവിടെ ഗാമയുടെ വാല്യൂ 1.4 ആയതുകൊണ്ട് നമ്മൾ 4.2 എന്ന ടേബിളാണ് ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് എം എക്സ് ഈക്വൽ ടു 3. ഇവിടെ ഗാമയുടെ വാല്യൂ 1.4ഉം എം എക്സിൻ്റെ വാല്യൂ 3ഉം ആണ്. രണ്ടും ഗിവൺ ആണ്. സോ ഈ ഒരു വാല്യൂസ് ഉപയോഗിച്ച് വേണം നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും നമ്മൾ വാല്യൂസ് എടുത്തെഴുതാനായിട്ട്. ഈ ഒരു എം എക്സ് ഈക്വൽ ടു 3 എന്നുള്ളത് പേജ് നമ്പർ 55-ലാണുള്ളത്. അതിൽ നിന്ന് വാല്യൂസ് എല്ലാം എടുത്തെഴുതി. ആദ്യം നമ്മൾക്ക് ഡൗൺ സ്ട്രീം മാക് നമ്പർ എം വൈ എടുത്തെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.475. സോ ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം മാക് നമ്പർ ആയിരുന്നു. അത് നമുക്ക് ഗ്യാസ് ടേബിളിൽ നിന്നും, അതായത് നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡൗൺ സ്ട്രീം മാക് നമ്പർ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഗ്യാസ് ടേബിളിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പി വൈ ബൈ പി എക്സ് ഈക്വൽ ടു 10.333. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് പി എക്സ് എന്നുള്ള വാല്യൂ ഗിവൺ ആണ്. സോ പി വൈയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ പി വൈയുടെ വാല്യൂ കിട്ടുന്നതാണ് 25.825 ഇൻറ്റു 10⁵ പാസ്കൽ എന്നുള്ള രീതിയിൽ. സോ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോർമൽ ഷോക്ക് ടേബിളിൽ നിന്നും പി വൈയുടെ വാല്യൂ, അതായത് ഡൗൺ സ്ട്രീം പ്രഷറിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നത് ടി വൈ ബൈ ടി എക്സിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.679. ഇതിലും ടി എക്സിൻ്റെ വാല്യൂ ഗിവൺ ആണ്. സോ ടി വൈ ഈക്വൽ ടു 750.15 കെൽവിൻ. സോ ഈ രീതിയിൽ നമുക്ക് ഡൗൺ സ്ട്രീം ടെമ്പറേച്ചർ കൂടി ഗ്യാസ് ടേബിളിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡൗൺ സ്ട്രീം വെലോസിറ്റി ഓഫ് ഗ്യാസ് ആണ്. അത് നമ്മൾക്ക് ഗ്യാസ് ടേബിൾ ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഇതിനു മുന്നേ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണോ ഫൈൻഡ് ഔട്ട് ചെയ്തത്, സോ അതേ രീതിയിൽ വേണം സോൾവ് ചെയ്യാനായിട്ട്. സോ ആ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ, അതായത് ഇക്വേഷൻ ഉപയോഗിച്ച് വേണം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അതായത് സി വൈ ഈക്വൽ ടു എം വൈ ഇൻറ്റു എ വൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഓഫ് എക്സിറ്റ് ടു എൻട്രി ഏരിയ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 5. ദി മാക് നമ്പർ ഓഫ് എ ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ് ദി ഡിഫ്യൂസർ അറ്റ് P0 ഈക്വൽ ടു 1.013 bar and T equal to 290 Kelvin is 3. There is a standing normal shock wave just outside the diffuser entry. The flow in the diffuser is isentropic. Determine at the exit of the diffuser Mach number, temperature and pressure. Stagnation pressure loss between initial and final states of the flow. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എക്സിറ്റ് സൈഡിലെ മാക് നമ്പർ, ടെമ്പറേച്ചർ, പ്രഷർ എന്നിവയും അതുകൂടാതെ ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ അക്രോസ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഫിഗറും ഇവിടെ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയും എടുത്തെഴുതാം. ആദ്യം നമുക്ക് ഫിഗർ നോക്കാം. ഈ തന്നിരിക്കുന്നതാണ് സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഫിഗർ. ഇതിൽ 1 എന്നുള്ളത് സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഇൻലെറ്റ് സൈഡും 2 എന്നുള്ളത് എക്സിറ്റ് സൈഡും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ പുറമെയായിട്ട്, അതായത് ഡിഫ്യൂസറിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു നോർമൽ ഷോക്ക് വേവ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്സ്ട്രീം സൈഡ് എക്സ് എന്നും ഡൗൺ സ്ട്രീം സൈഡ് വൈ എന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നോർമൽ ഷോക്ക് വേവിൻ്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓരോ സെൻറ്റൻസുകൾ വായിച്ച് നമുക്ക് ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. ഫസ്റ്റ് സെൻറ്റൻസ്. റേഷ്യോ ഓഫ് എക്സിറ്റ് ടു എൻട്രി ഏരിയ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 5. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇതൊരു സബ്സോണിക് ഡിഫ്യൂസർ ആണെന്നും ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എക്സിറ്റിലെ ഏരിയയും എൻട്രി ഏരിയയും തമ്മിലുള്ള റേഷ്യോ 5 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്നും എക്സിറ്റ് ഏരിയ A2ഉം എൻട്രി ഏരിയ A1ഉം തമ്മിലുള്ള റേഷ്യോ നമുക്ക് എടുത്തെഴുതാം. സോ A2/A1 ഈക്വൽ ടു 5. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. ദി മാക് നമ്പർ ഓഫ് എ ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ് ദി ഡിഫ്യൂസർ അറ്റ് P0 ഈക്വൽ ടു 1.013 bar ആൻഡ് T ഈക്വൽ ടു 290 Kelvin ഈസ് 3. സോ നെക്സ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന എയറിൻ്റെ
സ്റ്റാഗ്നേഷൻ പ്രഷർ, ടെമ്പറേച്ചർ, മാക് നമ്പർ എന്നിവയാണ്. ഇത് മൂന്നിൻ്റെയും റെപ്രസെൻറ്റേഷൻസ് എഴുതുന്നതിന് മുന്നേ നമുക്ക് അടുത്ത സെൻറ്റൻസ് കൂടി വായിക്കാം. ദർ ഈസ് എ സ്റ്റാൻഡിംഗ് നോർമൽ ഷോക്ക് വേവ് ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ എൻട്രി. സോ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഡിഫ്യൂസർ എൻട്രിക്ക് തൊട്ട് മുന്നിലായിട്ട് ഒരു സ്റ്റാൻഡിംഗ് നോർമൽ ഷോക്ക് വേവ് ഉണ്ട്. ഈ ഒരു നോർമൽ ഷോക്ക് വേവിൻ്റെ അപ്സ്ട്രീം സൈഡ് എക്സ് എന്നും ഡൗൺ സ്ട്രീം സൈഡ് വൈ എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതായത് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന എയർ ആദ്യം നോർമൽ ഷോക്ക് വേവിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് സബ്സോണിക് ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യുക. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ്, അതായത് P0, ടെമ്പറേച്ചർ T, അതേപോലെ മാക് നമ്പർ എന്നിവ ഈ ഒരു നോർമൽ ഷോക്ക് വേവിൻ്റെ അപ്സ്ട്രീം സൈഡിലെ പ്രോപ്പർട്ടീസാണ്. കാരണം ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന എയർ നോർമൽ ഷോക്ക് വേവിലൂടെ കടന്നിട്ടാണ് സബ്സോണിക് ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യുക. സോ ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നോർമൽ ഷോക്ക് വേവിൻ്റെ അപ്സ്ട്രീം സൈഡിലെ പ്രോപ്പർട്ടീസാണ്. സോ P0 എന്നുള്ളത് P0Xഉം T എന്നുള്ളത് TXഉം മാക് നമ്പർ എന്നുള്ളത് MXും ആണ്. അതാണ് നെക്സ്റ്റ് തന്നിരിക്കുന്ന ഡാറ്റ. അത് ഞാൻ പിന്നീട് എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, ദി ഫ്ലോ ഇൻ ദി ഡിഫ്യൂസർ ഈസ് ഐസെൻട്രോപിക്. ഡിറ്റർമിൻ അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി ഡിഫ്യൂസർ മാക് നമ്പർ, ടെമ്പറേച്ചർ, പ്രഷർ. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എക്സിറ്റ് സൈഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് M2, T2, P2 ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുകൂടാതെ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റകൾ എടുത്തെഴുതാം. സോ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായതായിട്ട് വിചാരിക്കുന്നു. ആദ്യത്തേത് ഏരിയ റേഷ്യോ ആണ്, A2/A1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് വൺ P0X. ഞാൻ ഓൾറെഡി പറഞ്ഞു, തന്നിരിക്കുന്ന സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ നോർമൽ ഷോക്ക് വേവിൻ്റെ തൊട്ട് മുന്നിലുള്ള, അതായത് അപ്സ്ട്രീം സൈഡിലെ പ്രഷറാണ്. സോ P0X എന്ന് വേണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.013 × 10⁵ പാസ്കൽ. നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ Tx ഈക്വൽ ടു 290 Kelvin ആൻഡ് Mx ഈക്വൽ ടു 3. ഇനി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് ഡാറ്റ കൂടി ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4, R ഈക്വൽ ടു 287 J/kg/Kelvin ആൻഡ് സ്പെസിഫിക് ഹീറ്റ് CP ഈക്വൽ ടു 1005 J/kg/Kelvin. അങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ഗിവൺ ഡാറ്റയും അതേപോലെ ഫിഗറും വരച്ചു. ഇനി ആ ഒരു ഫിഗർ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് നോർമൽ ഷോക്ക് വേവിൻ്റെ ഡൗൺ സ്ട്രീം സൈഡ് തന്നെയാണ് സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എൻട്രി സൈഡ്. അതായത് നോർമൽ ഷോക്ക് വേവിൻ്റെ ഡൗൺ സ്ട്രീമിലെ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എൻട്രി സൈഡിലെ പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എൻട്രിയിലെ മാക് നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എൻട്രിയിലെ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ നോർമൽ ഷോക്ക് വേവിൻ്റെ ഡൗൺ സ്ട്രീമിലെ മാക് നമ്പർ തന്നെയായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നോർമൽ ഷോക്ക് വേവിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലെ മാക് നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഐസെൻട്രോപിക് ടേബിളിൽ പോവുക. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന മാക് നമ്പർ 3ക്കും അതേപോലെ ഗാമയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് T/T0യും P/P0യും എടുത്തെഴുതാം. അതാണ് എഴുതിയിരിക്കുന്നത്. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് Mx ഈക്വൽ ടു 3. ഇത് 3.2 എന്നുള്ള ടേബിളാണ്. അവിടെ ഗാമ 1.4 ആണ്. അതേപോലെ Mx എന്നുള്ളത് 3ന് കറസ്പോണ്ടിങ് ആയിട്ട് T/T0യും P/P0യും എടുത്തെഴുതാം. ആദ്യം T/T0 എടുത്തെഴുതി. ഇവിടെ X ആണ് സഫിക്സ് വന്നിരിക്കുന്നത്, കാരണം നമ്മൾ വാല്യൂസ് എടുത്തെഴുതിയിരിക്കുന്നത് Mxന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ Tx/T0x ഈക്വൽ ടു 0.357. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾക്ക് Tx എന്നുള്ളത് ഗിവൺ ആണ്. ഇവിടെ 290 Kelvin നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ T0x ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് T0x ഈക്വൽ ടു 812.33 Kelvin. നെക്സ്റ്റ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് P/P0. ഇവിടെയും Px/P0x എന്നാണ് എഴുതേണ്ടത്, കാരണം Mxന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ വാല്യൂവും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0272. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ P0x എന്നുള്ളത് ഗിവൺ ആണ്. ഇതാണ് ആ വാല്യൂ. സോ Px എന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0276 × 10⁵ പാസ്കൽ. ഇനി ഇതേ Mxും ഇതേ ഗാമയും ഉപയോഗിച്ച് നോർമൽ ഷോക്ക് ടേബിളിൽ പോവുക. അതാണ് എഴുതിയിരിക്കുന്നത്. ഫ്രം നോർമൽ ഷോക്ക് ടേബിൾ കറസ്പോണ്ടിങ് ടു സെയിം ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് Mx ഈക്വൽ ടു 3. അതിൽ നിന്നും നോർമൽ ഷോക്ക് ടേബിൾ, അതായത് 4.2 എന്നുള്ള ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നും അവിടെയുള്ള എല്ലാ വാല്യൂസും എടുത്തെഴുതാം. ദാറ്റ് ഈസ് My ഈക്വൽ ടു 0.475, Py/Px ഈക്വൽ ടു 10.333
ഇതിൽ പി എക്സ് എന്നുള്ളത് നമ്മൾക്ക് അറിയാം, ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് പി വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുത്ത് എഴുതുന്നത് ടി വൈ ബൈ ടി എക്സ് ആണ്. ഇതിൽ ടി എക്സ് ഗിവൺ ആണ്. സോ ടി വൈ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടി വൈ ഈക്വൽ ടു 776.91 കെൽവിൻ. നെക്സ്റ്റ് പി സീറോ വൈ ബൈ പി സീറോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.328. ഇതിൽ നമ്മൾക്ക് പി സീറോ എക്സ് എന്നുള്ളത് ഗിവൺ ആണ്. സോ പി സീറോ വൈ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3322 ഇൻറ്റു 10⁵ പാസ്കൽ. ഇനി നിങ്ങൾക്ക് പൊതുവെ വരാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഒരു ഐസെൻട്രോപിക് ടേബിൾ ആദ്യം ചെയ്തതെന്നുള്ളത്. കാരണം ഇവിടെ നോർമൽ ഷോക്ക് ടേബിളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം, കാരണം നോർമൽ ഷോക്കായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഐസെൻട്രോപിക് ടേബിൾ ആദ്യം നമ്മൾ എടുത്തതെന്ന് ഒരു ഡൗട്ട് വരാം. കാരണം ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ബൈ ടി സീറോയും പി ബൈ പി സീറോയും മാത്രമേ എടുത്ത് എഴുതിയിട്ടുള്ളൂ. അത് ഉപയോഗിച്ചാണ് നമ്മൾ ടി സീറോ എക്സും ഇവിടെ പി എക്സും ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ ഒരു പി എക്സ് ഇവിടെ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പി വൈ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചത്. സോ ഈ ഒരു രീതിയിൽ ആദ്യം നമ്മൾ നോർമൽ ഷോക്ക് ടേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പി വൈ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സോ ആദ്യം നമ്മൾ ഈ ഒരു ഗാമയും ഇതേ എം എക്സ് ഉപയോഗിച്ച് ഐസെൻട്രോപിക് ടേബിളിൽ നിന്നും പി എക്സും ടി സീറോ എക്സും ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു സ്മൂത്ത് ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്തു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പി വൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ടി സീറോ എക്സ് എന്തിനാണ് കണ്ടെത്തിയെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും, അതിലേക്ക് പിന്നീട് വരാം. സോ ഈ രീതിയിൽ നമ്മൾ നോർമൽ ഷോക്കിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതനുസരിച്ച് നോർമൽ ഷോക്ക് വേവിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലെ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എൻട്രി സൈഡിലെ മാക് നമ്പറിന് ഈക്വലൻ്റ് ആയിരിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. നൗ അസ്യൂം ദാറ്റ് M1 ഈക്വൽ ടു My ഈക്വൽ ടു 0.475. അതായത് മാക് നമ്പർ അറ്റ് ദി എൻട്രി ഓഫ് ദി ഡിഫ്യൂസർ ഈക്വൽ ടു മാക് നമ്പർ അറ്റ് ദി ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദി നോർമൽ ഷോക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.475. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഫ്ലോ എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് ഫ്ലോ ആണ്, അതായത് ഡിഫ്യൂസറിലൂടെയുള്ള ഫ്ലോ ഐസെൻട്രോപിക് ഫ്ലോ ആണ്. സോ ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐസെൻട്രോപിക് ടേബിൾ ആയിരിക്കണം, അതായത് 3.2 എന്നുള്ള ടേബിൾ. സോ നെക്സ്റ്റ് നമ്മൾ എഴുതുകയാണ് ഫ്രം ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് M1 ഈക്വൽ ടു 0.475. കാരണം ഇവിടെ നമ്മൾക്ക് ഡിഫ്യൂസറിൻ്റെ എൻട്രിയിലെ മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. സോ ആ ഒരു മാക് നമ്പർ ഉപയോഗിച്ച് ഐസെൻട്രോപിക് ടേബിളിൽ നിന്നും വാല്യൂസ് എടുത്തെഴുതാം. ഫസ്റ്റ് വൺ M1 സ്റ്റാർ, അത് തന്നെയാണ് My സ്റ്റാർ. കാരണം നോർമൽ ഷോക്കിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലെ പ്രോപ്പർട്ടീസും അതേപോലെ ഡിഫ്യൂസറിൻ്റെ എൻട്രി സൈഡിലെ പ്രോപ്പർട്ടീസും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. M1 സ്റ്റാർ ഈക്വൽ ടു My സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.514. നെക്സ്റ്റ് ഡാറ്റ T1 ബൈ T01 ദാറ്റ് ഈസ് ഈക്വൽ ടു TY ബൈ T0Y ദാറ്റ് ഈസ് ഈക്വൽ ടു 0.956. ഇനി ഇതിൽ നമുക്ക് ടി വൈ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും T0Y നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് 812.67 കെൽവിൻ. നെക്സ്റ്റ് വൺ P1 ബൈ P01 ദാറ്റ് ഈസ് ഈക്വൽ ടു PY ബൈ P0Y ദാറ്റ് ഈസ് ഈക്വൽ ടു 0.854. ഇതിൽ നമുക്ക് പി വൈയും P0Yയും ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും ഒന്നും തന്നെ സോൾവ് ചെയ്യാനില്ല. നെക്സ്റ്റ് ഡാറ്റ A1 ബൈ A1 സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു AY ബൈ AY സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.380. ഇത്രയും ഡാറ്റയാണ് ഗാമ 1.4നും M1 0.475നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എടുത്തെഴുതാനുള്ളത്. ഇനി നമുക്ക് ഇവിടെയുള്ള സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷേ എക്സിറ്റിലെ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഗിവൺ ഡാറ്റയിൽ നമുക്ക് വാല്യൂസ് ഒന്നും തന്നെ തന്നിട്ടില്ല. പക്ഷേ സഫിക്സ് 2 വരുന്ന A2 ബൈ A1 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ A2 ബൈ A1 ഉപയോഗിച്ച് ഐസെൻട്രോപിക് ടേബിളിൽ നിന്നും വാല്യൂസ് എടുത്തെഴുതാൻ പറ്റില്ല. പകരം A2 ബൈ A2 സ്റ്റാർ അറിയാമെങ്കിൽ പ്രോപ്പർട്ടി വാല്യൂസ് എടുത്തെഴുതാനായിട്ട് സാധിക്കും. കാരണം ടേബിളിൽ A ബൈ A സ്റ്റാറിനുള്ള വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ A2 ബൈ A1ൽ നിന്നും A2 ബൈ A2 സ്റ്റാറിനുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. നൗ ഫൈൻഡ് ദി വാല്യൂ ഓഫ് A2 ബൈ A2 സ്റ്റാർ. നമ്മൾ A2 ബൈ A2 സ്റ്റാറിനെ നമ്മൾ ഈ രീതിയിൽ എഴുതാണ് A2 ബൈ A1 ഇൻറ്റു A1 ബൈ A2 സ്റ്റാർ. ഈ ഒരു ഇക്വേഷനെ വീണ്ടും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതാം A2 ബൈ A1 ഇൻറ്റു A1 ബൈ A1 സ്റ്റാർ. കാരണം A2 സ്റ്റാറും A1 സ്റ്റാറും ഈക്വൽ ആണ്. ഇനി നമുക്ക് A2 ബൈ A1 എന്നുള്ളത് 5 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A1 ബൈ A1 സ്റ്റാർ ഓൾറെഡി നമ്മൾ 1.380 എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് A2 ബൈ A2 സ്റ്റാറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, അതാണ് 6.9. ഇനി നോക്കുക, നമുക്ക് ഐസെൻട്രോപിക് ടേബിളിൽ A2 ബൈ A2 സ്റ്റാറിൻ്റെ വാല്യൂ 6.9 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എടുത്തെഴുതാനായിട്ട് സാധിക്കും. അതാണ് എഴുതേണ്ടത്. ഫ്രം ഐസെൻട്രോപിക് ടേബിൾ കറസ്പോണ്ടിങ് ടു ഗാമ ഈക്വൽ ടു 1.4 ആൻഡ് A2 ബൈ A2 സ്റ്റാർ ഈക്വൽ ടു 6.9 നമ്മൾ വാല്യൂസ് എടുത്തെഴുതാം. ഇവിടെ ഇൻ്റർപോളേഷൻ ആവശ്യമായിട്ട് വരും.
അത് നിങ്ങൾ ചെയ്യണം. M2 ഈക്വൽ ടു 0.0845, അതായത് മാക് നമ്പർ അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി ഡിഫ്യൂസർ. M2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് വൺ M2 സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0876. നെക്സ്റ്റ് വൺ T2 ബൈ T02 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.998. ഇതിൽ T02 നമ്മൾക്കറിയാം, T02 തന്നെയാണ് T01, അത് ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് T2 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. T2 ഈക്വൽ ടു 811.04 കെൽവിൻ. നെക്സ്റ്റ് വൺ P2 ബൈ P02 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9945. ഇതിലും P02 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ P2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.33 ഇൻറ്റു 10⁵ പാസ്കൽ. നെക്സ്റ്റ് വൺ F2 ബൈ F2 സ്റ്റാർ ഈക്വൽ ടു 5.469. ഇതിൽ നമുക്ക് ഒന്നും തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനില്ല, കാരണം F2 അറിയില്ല, F2 സ്റ്റാറും അറിയില്ല. സോ ഇവിടെ ഈ ഒരു ടേബിൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് M2 കിട്ടി, T2 കിട്ടി, P2 കിട്ടി. അതായത് ഈ ഒരു ഡിഫ്യൂസറിൻ്റെ എക്സിറ്റിലെ മാക് നമ്പർ, എക്സിലെ ടെമ്പറേച്ചർ, എക്സിറ്റിലെ പ്രഷർ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണേണ്ടിയിരുന്ന 3 ഡാറ്റ. ഇനി നമ്മൾക്ക് കണ്ടെത്തേണ്ടത് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ആണ്. സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസിൻ്റെ ഇക്വേഷൻ P0x മൈനസ് P0y ആണ്. ഈ ഒരു സ്റ്റെപ്പ് തെറ്റാണ്, നിങ്ങളത് എഴുതേണ്ടതില്ല. P0xൻ്റെ വാല്യൂ നമുക്കറിയാം, അതേപോലെ P0yയുടെ വാല്യൂ നമുക്കറിയാം. 2 വാല്യൂസ് എടുത്ത് എഴുതി. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് 0.681 ഇൻറ്റു 10⁵ പാസ്കൽ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ കണ്ടെത്തേണ്ട കാര്യം.